ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദൈവശബ്ദത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സ്നേഹിതരെ, കർത്താവ് നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങൾ നശിക്കാതിരിക്കേണ്ടത്, നിത്യജീവൻ പ്രാപിക്കേണ്ടത്, സ്വർഗീയമായ സന്തോഷം പൂർണ്ണമായും അനുഭവിക്കേണ്ടത് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാനസികമായോ ശാരീരികമായോ ഭൗതികമായോ നിങ്ങൾ തകർന്നിരിക്കുകയാണ്. ആ തകർച്ചയിൽ നിന്ന് വിടുവിപ്പാൻ ഈ ദൈവശബ്ദത്തിന് സാധിക്കും. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുവാനും ശ്രമിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി അല്പസമയങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിനായി ആ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഞങ്ങളോട് ഒരുമിച്ച് അല്പസമയങ്ങളായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ഹോപ്പ് ഫോർ എറ്റേണിറ്റി മിനിസ്ട്രിയുടെ പ്രസിഡന്റും സ്ഥാപകനുമായിരിക്കുന്ന പാസ്റ്റർ വർഗീസ് പുതുവ നിങ്ങളോട് തുടർന്നുള്ള സമയം സംസാരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും വോയിസ് ഓഫ് ഗാഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നു. രക്ഷ പ്രാപിക്കണം എന്നും യേശു ക്രിസ്തുവിലൂടെ ആണ് ആ രക്ഷ ലഭിക്കേണ്ടത് എന്നും വ്യക്തമായി ദൈവവചന താളുകളിലോ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിലോ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യരായ നമ്മൾ അനേക വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ പ്രയാസത്തിലൂടെയും രോഗത്തിലൂടെയും ആവശ്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊക്കെയും ഓടിക്കൊണ്ടിരിക്കുന്നത്. പലരും സാമ്പത്തികമായി രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്നു. പലരും കുടുംബത്തിലെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കണം എന്നുള്ള ദാഹത്തോടു കൂടി ആയിരിക്കുന്നു. പലരും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവി കാര്യങ്ങളും ഭദ്രമാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹവും ചിന്തയും നിങ്ങളുടെ ഹൃദയത്തിലോ മനസ്സിലോ കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം എങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുക്ഷമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തെയും ആകാശത്തിലെ പറവകളിന്മേലും സകല ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ മറ്റുള്ള സൃഷ്ടിയേക്കാളും ശ്രേഷ്ഠവും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ഉത്തരവാദിപ്പെട്ടുള്ള ഒരു വ്യക്തിയുമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യൻ ഒരു ജീവനുള്ള ദേഹിയായി തീർത്തത് ദൈവമാണ്. ദൈവം സൃഷ്ടാവായ ദൈവം സകലതും സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ഭൂജന്തുക്കളെയും
മത്സ്യ സമ്പത്തിനെയും പറവകളെയും പക്ഷികളെയും മറ്റുള്ള എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് അവസാനമായി ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ വായിച്ചു. അതുകൂടാതെ കൊണ്ട് അവനെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചുവെന്ന് നമുക്കവിടെ വായിച്ചു. അതിനുശേഷം ആ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചതായ മനുഷ്യനിലേക്ക് ജീവന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. ആ ജീവൻ ഏറ്റവും മർമ്മപ്രധാനമാണ്. അത് ദൈവം നൽകിയതാണ്, ദൈവത്തിൽ നിന്നാണ് അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന് മാത്രമേ അതിനെ രക്ഷിക്കുവാനായി, അതിനെ സെക്യൂർ ആക്കുവാനായി സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾക്ക് ദൈവവചനം പഠിക്കുമ്പോഴായി മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇതുപോലെ: മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് എല്ലാ അധികാരവും ദൈവം കൊടുത്തു. ജന്തുക്കൾക്കും പറവകൾക്കും പക്ഷികൾക്കും എന്ന് വേണ്ട സകല സൃഷ്ടികൾക്കും പേര് നൽകാൻ പോലും ദൈവം മനുഷ്യനെ ഉപയോഗിച്ചു. അവനെല്ലാ അധികാരവും നൽകിക്കൊണ്ട് മനുഷ്യനോട് കൽപ്പിച്ചു, നന്മതിന്മയെ പറ്റിയുള്ള ആ വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കരുതെന്നുള്ള കൽപ്പന ദൈവം കൊടുത്തു. എന്നാൽ മനുഷ്യൻ ആ കൽപ്പനയെ ലംഘിച്ചു. എന്നാൽ ദൈവം ആ ലംഘിച്ചത് കൊണ്ട് ആ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല എന്ന് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം 21-ാം വാക്യം നമ്മൾക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും: യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവനെ ഉടുപ്പിച്ചു. എത്ര വലിയ പാപം മനുഷ്യൻ ചെയ്താലും ഈ മനുഷ്യനെ അളവറ്റതായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ആ മനുഷ്യനിലേക്ക് ജീവന്റെ ശ്വാസത്തെ നൽകിയത്, ഊതിയത്, കൊടുത്തത് സൃഷ്ടാവായ ദൈവമാണ്. അത് നഷ്ടപ്പെട്ടു പോകുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ നിത്യതയാണ് ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ പൂർണ്ണമായി തീർന്നത്. ആ ദൗത്യമാണ് പിതാവായ ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നുകൊണ്ട് 33 വർഷങ്ങൾ ഈ ഭൂമിയിൽ ചുറ്റി നടന്നുകൊണ്ട്, ജെറുസലേമിലും പ്രാന്തപ്രദേശങ്ങളൊക്കെയും നടന്നുകൊണ്ട് പിതാവിൻ്റെ ഈ മർമ്മപ്രധാനമായ സത്യങ്ങൾ പ്രഘോഷിച്ചു. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണമെന്നും പിതാവിന്റെ വാസസ്ഥലത്തേക്ക് ചെന്നെത്തിച്ചേരുവാനായി എങ്ങനെ സാധിക്കുമെന്നും എല്ലാം അവരെ പഠിപ്പിച്ചു. അതിനുശേഷം യേശു തന്നെ സ്വയം ത്യാഗമായി തീർന്നുകൊണ്ട് കാൽവരി ക്രൂശിലെ യാഗം വഴി, ബലി വഴി മനുഷ്യകുലത്തിന് അമോചനം നൽകിയെന്ന് നമ്മൾക്ക് ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായം പൗലോസ് ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പൗലോസ് യേശു ക്രിസ്തുവിന്റെ സ്പർശനത്തിന് ശേഷം, യേശു ക്രിസ്തു തൊട്ടതിന് ശേഷം അനേക ദേശങ്ങളിലേക്ക് കടന്നു പോകുവാനും അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ധീരസാക്ഷിയായി ജീവിക്കുവാനുമായ ചരിത്ര ഭാഗങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് സ്വന്തം ജീവിതത്തെ തന്നെ യേശുവിനെതിരായി, യേശുവിൽ വിശ്വസിക്കുന്നവർക്കെതിരായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പൗലോസിനെ സ്പർശിച്ചു. ദൈവത്തിന്റെ വചനങ്ങളും യേശു പഠിപ്പിച്ച വചനങ്ങളും സത്യമാണെന്നുള്ള ബോധ്യവും ഉറപ്പും പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി, സ്പർശനത്തോടുകൂടി പൗലോസിന് ലഭിച്ചു. അതിനുശേഷം പൗലോസ് റോമിലേക്ക് കടന്നുപോയി. ചുറ്റുപാടുള്ള ഗ്രാമങ്ങളെയും ചുറ്റുപാടുള്ള ജനത്തെയും യേശുവിലേക്ക് ആകർഷിക്കുവാനോ യേശുവിലേക്ക് കൊണ്ടുവരുവാനോ പൗലോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, യേശുവിലൂടെയാണ്
ആ രക്ഷ ലഭിക്കുമെന്നും യേശുവാണ് രക്ഷിക്കേണ്ടതെന്നുള്ള അറിവ് പൗലോസിന് മനസ്സിലായതുകൊണ്ട് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ യേശുവിനെ പറ്റി പ്രഘോഷിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇത് തന്നെയാണ്. ഏകനായി എൻ്റെ ഭവനത്തിൽ നിന്നും യേശുവിനെ കണ്ടെത്തിയപ്പോൾ, കത്തോലിക്ക ഹല്ലേലൂയ കുടുംബത്തിൽ നിന്നും യേശുവിനെ കണ്ടെത്തിയപ്പോൾ, ഈ സ്നേഹം, ഈ യേശുവിൻ്റെ സ്നേഹം, കൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കണമെന്ന അതിയായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വരികയും അങ്ങനെ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറയുമ്പോഴാണ്, മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് യേശുവിനെ പറ്റി മനസ്സിലാകുവാന്, യേശുവിനെ പറ്റി കേൾക്കുവാന് ഒക്കെയും ഇടയായിത്തീർന്ന വലിയ മർമ്മസത്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ അടിയന് മനസ്സിലായി. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പരിജ്ഞാനപ്രകാരമല്ല എങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, ദൈവവചനത്തെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത് പലർക്കും കൂടുതലായി അറിയണമെന്നും യേശുവിലൂടെ അങ്ങനെ രക്ഷ പ്രാപിക്കണമെന്നുമുള്ള ആഗ്രഹം ഉള്ളവര് അനേകര് ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് പലരും കീഴ്പ്പെട്ടില്ല എന്ന് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരു വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും യേശു ക്രിസ്തുവാകുന്ന പാപമില്ലാത്ത, പാപത്തെ എലിമിനേറ്റ് ചെയ്യുവാൻ ഹല്ലേലൂയ വഴി ഒരുക്കിയ യേശുവിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കി തരികയാണ് നമുക്ക്. യേശു ക്രിസ്തുവിനെ ആര് ഇറക്കണം എന്ന് വിചാരിച്ച് നീ സ്വർഗത്തിൽ കയറും എന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും കയറ്റേണം എന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ഈ പഠനങ്ങളൊക്കെയും പുതിയ രീതിയിലുള്ള ഒരു പഠനങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കത്തോലിക്കനായിരുന്ന, കത്തോലിക്ക ആചാരപ്രകാരം, കത്തോലിക്ക നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് വളർന്നു വന്നതായ എനിക്ക് പലപ്പോഴും ഇത് കേൾക്കുവാനായി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതായ ആരാധനാലയങ്ങളിലും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നതായ ആരാധനാ ചട്ടങ്ങളും എനിക്ക് ലഭിച്ചില്ലായിരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ താളുകളിൽ ഇത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ആകാശം മാറും, ഭൂതലം മാറും, എന്നാൽ യേശുവിന്റെ വചനങ്ങളോ മാറുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു കർത്താവ് എന്ന് നിങ്ങളുടെ വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. പിതാവായ ദൈവത്തിന്റെ അതിയായ ആഗ്രഹമാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജീവനെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെല്ലണമെന്നും എത്തിച്ചേർക്കുവാനായി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്നും അതുകൊണ്ട് മാത്രമാണ് സ്വന്തം പുത്രനെ തന്നെ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുകയും യാഗമായി തീരുകയും ചെയ്ത്. അതുകൊണ്ട് നമ്മുടെ വാഗൊണ്ട് നമ്മൾ ഏറ്റുപറയുകയും നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കണമെന്ന് ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആരും തന്നെ ലജ്ജിക്കുവാനായി നമ്മുടെ കർത്താവായ ദൈവം ഇടയാക്കത്തില്ല. കാരണം മനുഷ്യൻ പൊടിയിൽ നിന്നും നിർമ്മിക്കപ്പെട്ടു, അവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. എന്നാൽ ആത്മാവാകുന്ന ആ ജീവനാകുന്ന മനുഷ്യനെ ദാതാവാകുന്ന ദൈവത്തിലേക്ക് കൊണ്ടുപോകുവാനായി ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നല്ലോ, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഒന്നിനും കുറവുകളില്ല,
യേശു ക്രിസ്തുവിൽ ഒന്നിനും തന്നെ കുറവുകളില്ല. നിങ്ങൾ ഒരുപക്ഷെ അനേക വിഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥിക്കുകയും അനേക പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവത്തിൽ ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ സകലതും ഉണ്ട്. യേശു ക്രിസ്തുവിലേക്ക് വരുന്നവർക്ക് സകലതും ലഭിക്കും എന്ന് നമ്മൾക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ രക്ഷ മനുഷ്യകുലത്തിന് എല്ലാവർക്കും ആവശ്യമാണ്. ആരൊക്കെയോ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അവനൊക്കെയും യേശു രക്ഷ കൊടുക്കും. എന്നാൽ അവനിൽ വിശ്വസിക്കാത്ത എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവൻ കേട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുവാൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഈ വചനങ്ങളൊക്കെയും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ദൈവവചന താളുകളിൽ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നതായ പ്രിയ സഹോദരരെ സഹോദരിമാരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതുപോലുള്ള ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും യേശുവിലേക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുവാനുമായിട്ട് നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ ഉണർത്തുവാനുമായിട്ട് ഇടയായിത്തീരും. അപ്പോൾ പ്രസംഗിക്കുവാൻ ആൾക്കാർ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സുവിശേഷീകരിക്കുന്നവരുടെ കാൽ എത്രയോ മനോഹരം. പ്രൈസ് ദി ലോർഡ്. എന്ന് സുവിശേഷത്തിന് വേണ്ടിയിട്ട് അനേക ത്യാഗങ്ങൾ സഹിക്കുന്ന അനേകരെ ലോകത്തിന്റെ ഇതരഭാഗങ്ങളിലേക്ക് ഒക്കെയും കാണുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് യേശുവിനെ പറ്റി പ്രഘോഷിക്കുന്നത്. യേശുവിലൂടെ മാത്രമേ രക്ഷ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. യേശുവിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മാറിക്കൊണ്ട് രക്ഷിക്കപ്പെട്ടുവെന്നുള്ള അറിവ് വ്യക്തികൾക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ജാതിയിൽ നിന്നോ ഒരു മതത്തിൽ നിന്നോ ഒരു ആരാധന ക്രമത്തിലേക്ക് വരുവാനല്ല ഞാനിവിടെ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിലേക്ക് കടന്നു വരുവാണ്. യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, പേഴ്സണലായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പൗലോസിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഹല്ലേലൂയ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ, പൗലോസ് പ്രസംഗിച്ചപ്പോൾ, റോമിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ, അനേക ദേശങ്ങളിൽ പ്രസംഗിച്ചു, എല്ലാവരും തന്നെ കേട്ടില്ല. എന്നാൽ പലരും അതനുസരിച്ചു. അവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള ഭാഗ്യം ദൈവം അവർക്ക് നൽകി. അവരെ ദൈവം മക്കളാക്കി തീർത്തു. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക. വിശ്വാസം വർദ്ധിക്കണമെങ്കിലോ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ ഓരോരുത്തരും കൂടുതലായി കേൾക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിലാണ് ഞാൻ സുവിശേഷം കൂടുതലായി കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു ആവശ്യങ്ങളുടെ നടുവിലാണ് കൂടുതലായി ദൈവവചനം കേൾക്കുവാനായി ഇടയായിത്തീർന്നത്. അതിലൂടെ ആ ക്രിസ്തയേശുവിലൂടെ ലഭിക്കേണ്ട രക്ഷ എങ്ങനെ ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ എൻ്റെ ഹൃദയത്തെ ആ യേശുവിന് വേണ്ടി കൊടുക്കുവാനും യേശുവാകുന്ന ആ വെളിച്ചത്തിലൂടെ, യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന മാർഗത്തിലൂടെ മനുഷ്യകുലത്തിനും നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷ ലഭിക്കുമെന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ ഹല്ലേലൂയ അടഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട്, നിങ്ങളെ സമാധാനിപ്പിക്കുവാനായിട്ട്, നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട്, നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഹല്ലേലൂയ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം മാറുകയില്ല. എന്നാൽ ഹല്ലേലൂയ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിച്ചു. കേട്ടിരിക്കുന്നു നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരായ പലരും ഇപ്പോൾ പുതിയതായി ഒരു കാര്യമായിരിക്കാം നിങ്ങൾ കേട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിലേക്ക്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ഹല്ലേലൂയ നാവ് കൊണ്ട് ആ യേശുവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ഹൃദയത്തിൽ യേശുവിനെ ഇടം കൊടുക്കുമ്പോൾ
യേശു നിങ്ങളിലേക്ക് കടന്നുവന്ന് നിങ്ങളെ യേശു രക്ഷിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതായ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപിയാണ് എന്നുള്ള ഒരു ഹല്ലേലൂയ മനസ്സിൽ നിന്നും നിങ്ങളെ ഹല്ലേലൂയ ആ ഒരു ബോധം നിങ്ങളിലേക്ക് കടന്നു വരണം. പാപത്തിന് മറുവിലയായി ഹല്ലേലൂയ പാപത്തെ ക്ഷമിക്കുവാനായി മനുഷ്യന് സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ അനേക സ്ഥലങ്ങളിലോ പാപത്തിനും എൻ്റെ ആവശ്യങ്ങൾക്കുമായി കയറിയിറങ്ങിയൊന്നും തന്നെ അവിടെ ഒന്നും എനിക്ക് സമാധാനവും ആശ്വാസവും ലഭിച്ചില്ല. എന്നാൽ എനിക്ക് യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ, യേശുവിന് എൻ്റെ ഹൃദയത്തെ കൊടുത്തപ്പോൾ, യേശുവിന് എൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ വചനമാവുന്ന സത്യങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുവാനോ ഹല്ലേലൂയ അതിൽ വളരുവാനായി തുടങ്ങിയപ്പോൾ യേശുവിൽ നിന്ന് എനിക്ക് ആശ്വാസവും സമാധാനവും ലഭിച്ചു. അപ്പൊ യേശുവാണ് നമ്മുടെ വഴി, യേശുവാണ് നമ്മുടെ മാർഗം, യേശുവാണ് നമ്മുടെ രക്ഷ. പിതാവിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പലവിധമായ പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കുടുംബങ്ങളിലോ ഹല്ലേലൂയ മദ്യപാന നിമിത്തം അനേക കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ കണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള വ്യാകുലത്താൽ അനേകർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒക്കെ മധ്യത്തില് ഹല്ലേലൂയ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് ക്ഷണിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് ആ യേശുവിനെ ഒന്ന് ഏറ്റുപറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, സഹോദരന്മാരെ, ഹല്ലേലൂയ, ഒരു കാര്യം മാത്രമേ എനിക്ക് ഹല്ലേലൂയ നിങ്ങളോട് സംസാരിക്കുവാനുള്ളൂ. ഈ ലോക ജീവിതം തൽക്ഷണമാണ്. ഹല്ലേലൂയ മണ്ണിൽ നിന്നും ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ പൊടിയിൽ നിന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ചുവെന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവായുന്ന സമയം മുതലേ പാപത്താലാണ് മനുഷ്യൻ ഹല്ലേലൂയ ഭൂമിയിലേക്ക് ജനിച്ചു വളരുന്നത്. ആ പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ ദൈവവചനം പഠിപ്പിക്കുന്നു. തന്റെ ഏകജാതനായ യേശു പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ ഏകജാതനായ മകനെ, സ്വന്തം മകനെ തന്നെ ഭൂമിയിലേക്ക് നമ്മൾക്ക് തന്നുകൊണ്ട് യാഗമായി തീരുകയും ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പാപപരിഹാരവും നിത്യരക്ഷയും ആത്മരക്ഷയും നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. അവനിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദുഃഖങ്ങളെയും രോഗങ്ങളെയും അകറ്റുവാനായി അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുത്തെ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. അവിടുത്തെ വചനങ്ങളിൽ സമ്പത്തുണ്ട്. ഈ താളുകളിൽ എഴുതപ്പെട്ടതായ തിരുവചനങ്ങളാണ്. പ്രാണൻ തുടിച്ചിടുമ്പോൾ
ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോപ്പ് ഫോർ ഇറ്റേണിറ്റി മിനിസ്ട്രി, കുന്നുകര PO, എറണാകുളം, ഞങ്ങൾ കൊടുത്തിരിക്കുന്നതായ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, കൂടുതലായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെള്ളിയും ഞായറും പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് 10 മുതലാണ്. അതിൽ പങ്കുചേരാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.